രാവിലെ ഇവിടെ ഇരിപ്പുണ്ട്. ദേ പോസ്റ്റ് ഓഫീസ് വരെ പോകണം, പിന്നെ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങണം. ഒരു ഭാര്യ സ്നേഹം. ആ ഫുഡ് ടേബിൾ ഇരിപ്പുണ്ട്, പിന്നെ കിച്ചൺ വൃത്തിയേടാക്കരുത്. കേട്ടല്ലോ? നീ ഇത് കേട്ടില്ലേ സൗദാമിനി? നീ എന്നെ തനിച്ചാക്കി പോയില്ലേ? ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു. ഒടുവിൽ നീ പറഞ്ഞതുപോലെ സംഭവിച്ചു. സൗദാമിനി ഒരു ചായ എടുക്കാമോ? ആ വരുന്നു. നീ എന്തോ കൊടുക്കുക അവിടെ? എത്ര നേരമായിട്ട് വിളിക്കുന്നു? വരുന്നു. കുടി. ഓ ഞാൻ വെറുതെ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒന്ന് നന്നായിട്ട് വെക്കണേ. പണ്ട് നമ്മള് മീൻകറി വെച്ച് കൂട്ടിയത് ഓർമ്മയുണ്ടോ? പിന്നെ നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് അമ്മിയിൽ അരച്ച് എന്ത് രുചിയായിരുന്നല്ലേ? സത്യവാ. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അതിന്റെ അമ്മ വെക്കണമായിരുന്നു. അമ്മ വെക്കണായിരുന്നു. പോകണോ? എന്റെ കാലം കഴിയുമ്പോ നിങ്ങൾ പഠിച്ചോളൂ. ഓ അച്ഛാ. ആ അല്ല, അച്ഛനെന്താ അവിടെ ഇരിക്കുന്നത്? ദേ പിള്ളാരെ എണീറ്റില്ലയോ? എത്ര സമയായി? സ്കൂളിൽ പോണ്ടേ നിനക്കൊന്നും? അച്ഛൻ എന്നെ അങ്ങോട്ട് വരുത്തരുത്. എണീക്കേ. രാവിലെ അവിടെ പോയി ഇരിപ്പുണ്ട് ഭാര്യയുടെ അടുത്ത്. ആ പിള്ളേരെ എഴുന്നേൽപ്പിച്ച് സ്കൂളിൽ വിടുവോ? ഒന്നും ചെയ്യല. ഭയങ്കര മുത്തശ്ശ സ്നേഹമാ. ആരെ കാണിക്കാനാണോ എന്തോ? നീ എന്താ രാവിലെ ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ചായ ഇട്ടായിരുന്നോ? അച്ഛൻ ചായ കൊടുത്തായിരുന്നോ? നേരം വെളുത്ത് ഇത്രയും സമയം എന്തെല്ലാം ജോലി ചെയ്യാൻ കിടക്കുന്നു. കുട്ടികളെ കുളിപ്പിക്കണം, അവരെ ഒരുക്കണം, എനിക്ക് ഓഫീസിൽ പോകണം. എന്തെല്ലാം കാര്യങ്ങളാ. ജോലി ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയ്ക്കൊരു അച്ഛൻ വേണേ കൊണ്ട് കൊടുക്ക്. പറ്റിപ്പോയി. നാശം. നീ കിടന്ന് ചിലക്കാതെ. കൊല്ലിക്കാൻ വേണ്ടിട്ട്. അമ്മ മരിച്ചെടുത്ത് ഇങ്ങേര് മരിച്ചാ മതിയായിരുന്നു. എങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായം ഉണ്ടായേനെ. തിന്നു മുടിപ്പിക്കാൻ ഒരു ജന്മം. എവിടെയും കൊണ്ട് തള്ളാൻ പറഞ്ഞാലും കേക്കില്ല. ഒരപ്പൻ സ്നേഹം. എന്ന് ഈ വീട്ടിൽ വന്നു കയറിയോ അന്ന് തീർന്ന എന്റെ ജീവിതം. ഈ നരകത്തിൽ വന്നു കയറിയത് എന്റെ വിധി. ആ കാലിനോട് ഞാൻ പറഞ്ഞതാ എന്റെ അച്ഛൻ തന്ന വീട്ടിൽ പോയാ മതിയെന്ന്. അടുത്തു. നീ ഇറങ്ങിയായിരുന്നോ? ദാ വരുന്നു. അച്ഛാ, സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിക്കണേ. ദേ മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേക്കണം. കേട്ടല്ലോ? പിടിച്ചിരിക്ക. പോ അങ്ങോട്ട്. ആദി, നീ ഇതുവരെ കുളിച്ചില്ലേ? പോയി കുളിക്കടാ. ഒരു സാധനം വെച്ചിടത്ത് കാണത്തില്ല. അരിപ്പ്. എന്തൊക്കെ ചെയ്യാനാ? ഒരു സാധനം വെക്കാൻ പറ്റൂലെന്ന് വെച്ചാ മാറിയിരിക്കെ. ഇരുന്ന് പഠിക്കടി. ഇവിടെ വെച്ച 500 രൂപ കാണാനില്ല. നിങ്ങൾ അച്ഛനല്ലാതെ വേറെ ആരെടുക്കാനാ? കള്ളത്തരല്ലാതെ കൈ മറ്റൊന്നുമില്ല. എന്ത് മനുഷ്യനാണോ എന്തോ. എന്തായാലും നല്ല കുടുംബ. മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട് സമാധാനം തരില്ല മനുഷ്യൻ. അച്ചുവേ, മോള് പഠിക്കുവാന്നോ മക്കളെ? മോനെ, അച്ഛന് പൈസ വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? എന്തിനാ അവളുടെ പൈസ എടുക്കാൻ പോയെ? അവളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. ഞാൻ പൈസ
നീ ഒന്ന് പെട്ടെന്ന് കേറ്. ആ ചേട്ടാ, എന്താ ചേട്ടാ? ഏയ് ചേട്ടാ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അച്ഛനെ പിള്ളേരും കൂട്ടി അവിടെ നാശമാക്കാൻ പറ്റരുതെന്ന്. ഇനി ഇതേപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. അവന്റെ അച്ഛൻ കാര്യം ഞാനിപ്പോ വരാം. പ്രശ്നമുണ്ടോ? ഇങ്ങനെ കൊണ്ട് വീട്ടില് സമാധാനം ഇല്ല, നാട്ടുകാർക്ക് സ്വൈര്യം കൊടുക്കൂല. നോക്കുന്നാണ്ടില്ലേ മൂങ്ങ നോക്കുന്ന പോലെ മാരപ്പൊട്ടി കഴവൻ. ഇനി ഇതേ ഉള്ളു വഴി, ഇനി പുറത്തിറങ്ങുന്നതെന്ന് കാണട്ടെ. എന്തോ നോക്കൊണ്ടിരിക്കാ, വണ്ടി എടുക്ക്, ഒന്നാമത് സമയം പോയി. ഓ നീ വന്ന് കേറും. ആരെ നോക്കൊണ്ടിരിക്കാം. നീ ഇങ്ങനെ കിടന്ന് പുറു കൊടുക്കല്ലേ, നിർത്ത്. എന്റെ അച്ഛാ, അവനോട് ഞാൻ പറഞ്ഞതാ പണവും പദവിയും വേണ്ടാന്ന്. അമ്മേ വിശക്കുന്നു. എടുക്കുന്നടാ, ഇവിടെ ഇരുന്ന് കഴിക്കേ. ഇങ്ങോട്ട് വാടാ. കഴിക്കടാ. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിക്കോ. അച്ഛൻ തരാടാ മോനെ. കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ കൊഞ്ചിച്ച് വഷളാക്കിക്കോ. നീ അങ്ങ് ചെല്ല്. എന്തൊരു സ്നേഹം, പഠിച്ചോളൂ. മക്കള് കഴിക്കടാ. വെള്ളം വേണോ? എന്നാ കുടി. നാശം, ഒരു പണി ചെയ്യത്തില്ല, വീടെല്ലാം വൃത്തികേടാക്കിയിട്ടേക്കുക. പിള്ളേരെ അങ്ങോട്ട്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ആ കിളവന്റെ അടുത്ത് പോയിരിക്കരുതെന്ന്. 100 കൂട്ടം അസുഖങ്ങളുള്ള മനുഷ്യനാ. അച്ഛൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇന്ന് എന്തു പറ്റി? ആ നീ 5000 വിഡ്രോ ചെയ്തായിരുന്നോ? ഓ ഒന്നും പറയണ്ട, ഇന്ന് ക്യാഷ് ലീവ് ആയതുകൊണ്ട് ഞാനവിടെ ഇരിക്കേണ്ടി വന്നു. എങ്ങനെയെന്നറിയില്ല, 5000 രൂപ മിസ്സായി. അപ്പോൾ അത് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് പിന്നോട്ടാ ക്ലിയർ ചെയ്തു. ഇന്നലെ ഇതുപോലെ ആയിരുന്നു. ഞാൻ പച്ചക്കറിക്കാരന് കൊടുത്തു 500 രൂപ. ആ കാര്യം ഞാൻ മറന്നുപോയി. അച്ഛാ, അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? അച്ഛാ, 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 ഞാൻ അച്ഛാ, എണീക്കച്ഛാ. പ്രായമായാൽ മാതാപിതാക്കൾക്ക് മക്കളോട് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. പക്ഷെ മക്കൾക്ക് അവരുടെ തിരക്ക് മൂലം അത് കേൾക്കാൻ സമയമുണ്ടാവില്ല.
പക്ഷെ ചിലപ്പോഴെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി അവരെ കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയാൽ അവർക്കത് മതിയാവും. അവരുടെ ജീവിതം ധന്യമാവും.